ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ അവസാനത്തെ മത്സരം എഗെയിൻസ്റ്റ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഏതായാലും ഈ രണ്ട് ടീമുകളും പുറത്തായി കഴിഞ്ഞു. ജംഷഡ്പൂർ FC സെമിഫൈനലിലേക്ക് പ്രോഗ്രസ്. ഈ ഒരു മത്സരത്തിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂത്ത് ഡെവലപ്മെന്റ് ഗൈസ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. കാരണം KBSയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ മിക്കവാറും കുറച്ചധികം യങ്സ്റ്റേഴ്സിനെയൊക്കെ ആദ്യ 11-ലൊക്കെ പരീക്ഷിച്ചാലും എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു മത്സരത്തിന് അങ്ങനെ ഒരു യാതൊരു വിധത്തിലുള്ളൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചധികം പ്ലെയേഴ്സിനെയൊക്കെ ഒരു ടെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അവർക്ക് അത്ര പ്രാധാന്യമുള്ള മത്സരം അല്ലെങ്കിലും അവരത്രമേൽ അങ്ങനെ ഒരു ചേഞ്ച് വരുത്തുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പറഞ്ഞാൽ അവർക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു സെൻറ്റർ ബാക്ക് ഉണ്ടല്ലോ, ഹംസ എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പോൾ ആ ഒരു പ്ലെയറെയൊക്കെ ആദ്യ 11-ൽ പരീക്ഷിക്കാൻ ഈ ഒരു മത്സരത്തിലൊരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം കൂടുതലായിട്ട് ഈ ഒരു മത്സരത്തെ പറ്റി അങ്ങനെ പറയാനില്ല. നമുക്കിനി ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 കൂടി ഒന്ന് പരിശോധിക്കാം. ആദ്യം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പറായിട്ട് ദീപേഷ് തന്നെ, ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ ദിനേഷും, ലെഫ്റ്റ് ബാക്കിൽ സാംഡെ എന്നീ താരങ്ങളും, അതുപോലെ ഗൗരവ് ബോറയും ഹംസ എന്നിവർ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിക്കും. അതുപോലെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ബമാമർ, പാൽഗുനി ആൻഡ് റോമൻ എന്നിവരായിരിക്കും കളിക്കുക. അതുപോലെ മുന്നേറ്റത്തിലേക്ക് വരുന്ന സമയത്ത് രണ്ട് വിങ്ങുകളിലായിട്ട് പാർദിവും ജിതിൻ എംഎസിനെയാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ നെസ്റ്റർ ആൽബിയനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി KBSയിലേക്ക് വരുന്നൊരു സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ചേഞ്ചസ്, ചില താരങ്ങൾക്കൊക്കെ റെസ്റ്റ് കൊടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഗോൾ കീപ്പിങ്ങിലേക്ക് വരുമ്പോൾ കരൺജിത്ത് സിംഗ് ഈ ഒരു സീസണിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മത്സരം കളിക്കുമെന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ ഹോർമിപ്പാമും മിലോസും ആയിരിക്കും. അവിടെ അങ്ങനെ ഒരു ചേഞ്ചിന് അങ്ങനെ വലിയ സാധ്യതകൾ കാണുന്നില്ല. ആൻഡ് റൈറ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് സന്ദീപ്, ലെഫ്റ്റ് ബാക്കിൽ ഒരുപക്ഷെ അരിത്രാദാസിനൊരു ചാൻസ് കാണുന്നുണ്ട്. കാരണം നവോച്ച കണ്ടിന്യൂസ്ലി മാച്ചസ് ISLലും സൂപ്പർ കപ്പിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അരിത്ര ഒരു ഓപ്ഷൻ എന്ന നിലയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പം അസറിനോടൊപ്പം യോഹിംബ മീത്തെ ഈ ഒരു മത്സരത്തിൽ ഒരു പരീക്ഷണം നടത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ റൈറ്റ് വിങ്ങിൽ സൗരവും, ലെഫ്റ്റ് വിങ്ങിൽ ഡ്രൈസ് മിറണ്ടായും സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സാധ്യത കാണുന്നു. അതുപോലെ വിദ്യാസാഗറിന് ഈ ഒരു മത്സരത്തിൽ കളിപ്പിച്ചേക്കും. പിന്നെ ദിമ്മി തന്നെയായിരിക്കും സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ മറ്റൊരു വിദേശി എന്ന നിലയിൽ ടീമിലുണ്ടാകും. ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഏതായാലും ഈ ഒരു മത്സരത്തെ പറ്റി നോക്കുന്ന സമയത്ത് ഇപ്പം ഒരു യൂത്ത് ടീമിനെയൊക്കെയാണ് കളിപ്പിക്കുന്നതെങ്കിൽ അവർ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ കളിക്കാൻ അല്ലെങ്കിൽ ആ ഒരു എനർജി ഇട്ട് കളിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകും. കാരണം അവർക്ക് കോച്ചിനെ ഇമ്പ്രസ് ചെയ്യുക, ടീമിൽ കയറുക എന്നൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ. സോ നമുക്ക് റിസൾട്ട് എന്താകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. നാളെ വൈകിട്ട് 7:30-ക്കാണ് ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമന്റ് ചെയ്യാൻ വരെ കഴിഞ്ഞ സനിയ.